സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. കൊച്ചിയിൽ രണ്ടിടത്ത് വൻ തീപിടുത്തം. എറണാകുളം സൗത്തിൽ ആക്രി ഗോഡൌണിന് തീപിടിച്ചു. ഗോഡൌണിനകത്തുണ്ടായിരുന്ന 9 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലും തീപിടുത്തം. ഹോട്ടൽ മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ രക്ഷിച്ചു. കനത്ത നാശനഷ്ടമെന്ന പ്രാഥമിക നിഗമനം. പിഞ്ചാൽ ജാഗ്രതയിൽ തമിഴ്നാട്. മഴക്കെടുതിയിൽ 4 മരണം. ചെന്നൈയിലും പലയിടത്തും വെള്ളക്കെട്ട്. റോഡ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കിഴക്കൻ തീരദേശ ജില്ലകളിൽ കനത്ത മഴ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചേലക്കരയിലെ കനത്ത തോൽവിയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സംഘടനാ സംവിധാനത്തിൽ പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്ന് സമ്മതിച്ച കെ സുധാകരൻ. KPCC പുനഃസംഘടന 2-3 ആഴ്ചയ്ക്കുള്ളിലെന്നും സുധാകരൻ. ആഗോളതാപനം നേരിടുന്നതിന് ശാസ്ത്രലോകം വികസിപ്പിച്ച ജലമരം കേരളത്തിലുമെത്തി. രാജ്യത്തെ ആദ്യ വാട്ടർ ട്രീ എറണാകുളം ഫിഷറീസ് സർവകലാശാല ക്യാമ്പസിൽ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് 6ാം മത്സരം. ഗുഗേഷ് ഡിംഗ്ലിറെ മത്സരം ഉച്ചയ്ക്ക് 2:30 മുതൽ. വത്തിക്കാനിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ച ശിവഗിരി മഠം. ശ്രീനാരായണ ഗുരു ആലുവയിൽ 100 വർഷം മുമ്പ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് പരിപാടി. സമ്മേളനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. ജസ്റ്റിസ് കെ ചന്ദ്രു ഉദ്ഘാടനം ചെയ്തു. പി ഉണ്ണികൃഷ്ണൻ രചിച്ച എഴുത്തിന്റെ കാമനയും കാമനയുടെ എഴുത്തും എന്ന പുസ്തകം എറണാകുളത്ത് പ്രകാശനം ചെയ്തു. ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ KC നാരായണനിൽ നിന്ന് MV നാരായണൻ പുസ്തകം സ്വീകരിച്ചു. കൊല്ലത്ത് കോടതി സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തി. കോടതി സമുച്ചയം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം കോടതി സമുച്ചയം ശിലാസ്ഥാപനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. നാദാപുരത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വിജയന്റെയും ശ്രീജയുടെയും മകൾ നിവേദിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. കണ്ണൂർ പഴയങ്ങാടിയിൽ തെങ്ങ് വീണ് 10 വയസ്സുകാരൻ മരിച്ചു. മുട്ടം കക്കാടംപുറം സ്വദേശി മൻസൂർ സമീറ ദമ്പതികളുടെ മകൻ നിസാലാണ് മരിച്ചത്. വീടിന് സമീപത്ത് JCB ഉപയോഗിച്ച തെങ്ങ് പിഴുതു മാറ്റുന്നതിനിടെയാണ് അപകടം. മകളെ വിവാഹം കഴിച്ചു തരണമെന്ന ആവശ്യം നിരസിച്ചതിന് യുവാവിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ബിജു ആണ് മരിച്ചത്. പ്രതി മടത്തറ സ്വദേശി രാജീവ് റിമാൻഡിൽ. നിർമ്മാണ സ്ഥലത്ത് നിന്ന് ഇരുമ്പ് കമ്പിയും നിർമ്മാണ സാമഗ്രികളും മോഷ്ടിച്ചു കടത്തിയ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സൈറ്റിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. മലപ്പുറം വാഴക്കാട് MDMA-യും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. വയനാട് നൂൽപ്പുഴ സ്വദേശി സൊഹൈൽ റസാഖ്, മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി ആദർശ് എന്നിവരാണ് അറസ്റ്റിലായത്.
രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയ അപകടം. തൃശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചെന്നൈയിൽ മണ്ണടിയിൽ ATM-ൽ നിന്നും പണമെടുക്കുന്നതിനിടെ ഷോക്കേറ്റ് മരണം. അതിഥി തൊഴിലാളിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ഗുജറാത്ത് സൂറത്തിൽ ചപ്പുചവർ കൂട്ടിയിട്ട് കത്തിച്ച 3 പെൺകുട്ടികൾ വിഷപ്പുക ശ്വസിച്ച് മരിച്ചു. തീക്ക് ചുറ്റുമിരുന്ന പെൺകുട്ടികൾ ഛർദ്ദിച്ച അബോധാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. വീട്ടുജോലി ചെയ്യാതെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മകളെ പിതാവ് പ്രഷർ കുക്കർ കൊണ്ട് അടിച്ചു കൊന്നു. ഗുജറാത്ത് സൂറത്ത് ചൌക്ക് ബസാറിലാണ് സംഭവം. 18 വയസ്സുകാരിയായ ഹെതാലിയാണ് പിതാവിന്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ച BJP. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയാണ് തീയതി പ്രഖ്യാപിച്ചത്. ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് BJP. ഓടുന്ന ബസ്സിൽ നിന്ന് മുറുക്കാൻ തുപ്പാനുള്ള ശ്രമത്തിനിടെ 45-കാരന് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് റോഡ്വേസിലെ AC ബസ്സിൽ നിന്ന് മുറുക്കാൻ തുപ്പാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് സംഭവം. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ റെയിൽവേ സ്റ്റേഷനിൽ തീപിടുത്തം. വാഹന പാർക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തമുണ്ടായത്. 200-ലേറെ വാഹനങ്ങൾ കത്തിനശിച്ചു. പുഷപ്പുകൾ എടുത്ത ഗിന്നസ് റെക്കോർഡ് നേടിയ 59-കാരി. നേട്ടം മണിക്കൂറിൽ 1575 പുഷപ്പുകൾ എടുത്ത് കനേഡിയൻ സ്വദേശി ഡോണ ജീനിനാണ് ഗിന്നസ് റെക്കോർഡ്. നൈജീരിയയിൽ നദിയിൽ ബോട്ട് മറിഞ്ഞ് 27 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേരെ കാണാതായി. ഗോഗി സംസ്ഥാനത്തെ ഡാംബോയ്ക്ക് സമീപം നൈജർ നദിയിലാണ് സംഭവം. യുക്രൈനിൽ നാറ്റോ സുരക്ഷാ ഗ്യാരണ്ടി നൽകിയാൽ വെടിനിർത്തൽ അംഗീകരിച്ചേക്കാമെന്ന സെലൻസ്കി. ട്രംപ് സമാധാന പദ്ധതി നിർദ്ദേശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളോടും പ്രതികരിച്ച സെലൻസ്കി രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകേണ്ടി വരുമെന്ന യുക്രൈനിൽ പ്രസിഡന്റ്. യുകെയിൽ കാമുകിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇന്ത്യൻ വംശജന് ജീവപര്യന്തം തടവ്. ലെസ്റ്റർ ക്രൗൺ കോടതിയുടേതാണ് ഉത്തരവ്. രാജ് സിപ്പാരയെയാണ് കോടതി ശിക്ഷിച്ചത്. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഔഡിയിൽ നിക്ഷേപം നടത്തി ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. നിക്ഷേപം ഔഡിയുടെ F1 പ്രൊജക്ടിൽ. തുക ഫാക്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുമെന്ന് ഔഡി. ന്യൂസലാലയിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ദുരിതം അനുഭവിച്ചിരുന്ന തിരുവനന്തപുരം വെന്നിക്കോട് സ്വദേശിനി വിമലയ്ക്ക് കൈരളി സലാല സഹായം നൽകി. ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗം S ചന്ദ്രൻ, കൈരളി ന്യൂസലാല യൂണിറ്റ് മെമ്പർ റാഫി സൈനുദ്ദീൻ എന്നിവർ ചേർന്നാണ് സഹായം കൈമാറിയത്.
ബേസിൽ നായകനാകുന്ന അടുത്ത ചിത്രവും റിലീസും പ്രഖ്യാപിച്ചു. ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 ഫെബ്രുവരി 6-നാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ്. ബൊഗെയ്ൻവില്ല OTT റിലീസ് പ്രഖ്യാപിച്ചു. സോണി ലൈവിലൂടെ ഡിസംബർ 13-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം കാണാനാവും. ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റി. ചിത്രം മെയ് 16-ന് പ്രദർശനത്തിനെത്തുമെന്ന സൂചന. അൽതഫ് സലീമിനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ആനന്ദ് സിചന്ദ്രനാണ് ഛായാഗ്രഹണം. പൊറാട്ട് നാടകം ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ് ലഭിച്ച ആക്ഷേപഹാസ്യ ചിത്രം കുടുംബ പ്രേക്ഷകരടക്കം ഏറ്റെടുത്തിരുന്നു. സൈജു കുറിപ്പാണ് ചിത്രത്തിലെ നായകൻ. റിവ്യൂ ഷോയിൽ മികച്ച സ്വീകാര്യത നേടിയ അതിജീവനത്തിന്റെ ലൈഫ് ഓഫ് മാൻ. പ്രകൃതിയും മനുഷ്യനും അതിജീവനവും കൂട്ടിയിണക്കി കഥ പറയുന്ന ചിത്രമാണ് ദി ലൈഫ് ഓഫ് മാൻഗ്രോവ്. അനവധി മേളകളിൽ മത്സരിക്കുന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തും. ശിവകാർത്തികേയൻ നായകനായി എത്തിയ അമരൻ OTT റിലീസ് പ്രഖ്യാപിച്ചു. ഡിസംബർ 5-ന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തിയേറ്ററിൽ വിജയമായ സിനിമയ്ക്ക് OTT-യിലും മികച്ച അഭിപ്രായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലിയ ഭട്ട് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ജിഗ്ര OTT-യിലെത്തുന്നു എന്ന സൂചന. ഒക്ടോബർ 10-ന് റിലീസായ ചിത്രം 2 മാസത്തിനു ശേഷമാണ് OTT-യിലെത്തുന്നത്. ഡിസംബർ 6-ന് ചിത്രം നെറ്റ്ഫ്ലിക്സിലെത്തുമെന്നാണ് വിവരം. അന്യഗ്രഹ ജീവൻ കണ്ടെത്താൻ അണ്ടർ വാട്ടർ റോബോട്ടുകളുമായി നാസ. യൂറോപ്പ ഉപഗ്രഹത്തിലെ സമുദ്രത്തിൽ നീന്തി ജീവൻ കണ്ടെത്താനാണ് സ്വിം റോബോട്ടുകൾ ഉപയോഗിക്കുന്നത്. പുതിയ നിയോ 10 സീരീസ് ലോഞ്ച് ചെയ്തു. IQ Neo 10, IQ Neo 10 Pro എന്നീ ഫോണുകളാണ് പുതുതായി അവതരിപ്പിച്ചത്. ലാവ യുവ 4 സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഗ്ലോസി വൈറ്റ്, ഗ്ലോസി പർപ്പിൾ, ഗ്ലോസി ബ്ലാക്ക് കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാകും. നാട്ടിലെ BSNL സിം ഇനി UAE-യിലും ഉപയോഗിക്കാം. പ്രത്യേക റീചാർജ് മാത്രം ചെയ്ത UAE-യിലും ഉപയോഗിക്കാവുന്ന സംവിധാനം നിലവിൽ വന്നു. 90 ദിവസത്തേക്ക് 167 രൂപയും 30 ദിവസത്തേക്ക് 57 രൂപയും നിരക്കുള്ള പ്രത്യേക റീചാർജ് ചെയ്താൽ നാട്ടിലെ സിം ഇന്റർനാഷണലായി ഉപയോഗിക്കാം. ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ വിൽപ്പന ആരംഭിച്ചതോടെ സൈബർ തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി FBI. ഗൂഗിൾ ക്രോം, ആപ്പിൾ സവാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നീ വെബ് ബ്രൗസറുകൾ ഉപയോഗിക്കുന്നവർക്കാണ് മുന്നറിയിപ്പ്. ₹601 പ്രീപെയ്ഡ് പ്ലാനുമായി ജിയോ. 1 വർഷത്തേക്ക് അൺലിമിറ്റഡ് 5G ഡാറ്റ ലഭിക്കുന്ന അപ്ഗ്രേഡ് വൗച്ചറാണ് അവതരിപ്പിച്ചത്. കാമൺ 14 സീരീസ് സ്മാർട്ട് ഫോണായ കമ്പനിയായ ടെക്നോ ഉടൻ ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ട്. കാമൺ 13 സീരീസിൽ സ്റ്റാൻഡേർഡ് പ്രോ മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട്. സയ്യിദ് മോദി ഇന്റർനാഷണൽ സൂപ്പർ 300 ടൂർണമെന്റിൽ PV സിന്ധു ഫൈനലിൽ. സെമി ഫൈനലിൽ ഉന്നതി ഹൂഡയെ 21-12, 21-9 എന്നീ സ്കോറിന് പരാജയപ്പെടുത്തിയാണ് PV സിന്ധു കിരീടം നേടിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനും തമ്മിലുള്ള പോരാട്ടം വീണ്ടും സമനിലയിൽ അവസാനിച്ചു. ഇതോടെ ഇരുവരുടെയും സ്കോർ 2-5 എന്ന നിലയിൽ.
അണ്ടർ-19 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ യുവനിരയ്ക്ക് 44 റൺസിന്റെ കനത്ത തോൽവി. 67 റൺസ് എടുത്ത നിഖിൽ കുമാറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പാകിസ്ഥാന് വേണ്ടി അലി റാസ 3 വിക്കറ്റ് എടുത്തു. ശ്രീലങ്കയ്ക്കെതിരായ ഡർബൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 233 റൺസിന്റെ റെക്കോർഡ് ജയവുമായി ദക്ഷിണാഫ്രിക്ക. റൺസിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയുടെ വലിയ രണ്ടാമത്തെ ജയമാണ് ഇത്. ഫിഫയുടെ ഈ വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പട്ടികയിൽ ഇടം പിടിച്ച 11 പേർ. നിലവിലെ ജേതാവ് ലയണൽ മെസ്സി, ബാലൻ ഡിയോർ ജേതാവ് റോഡ്രി, വിനീഷ്യസ് ജൂനിയർ, എർലിംഗ് ഹാലൻഡ് തുടങ്ങിയ താരങ്ങൾ പട്ടികയിലുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം പിടിച്ചിട്ടില്ല.